റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്. ശ്രീ റെജി ലൂക്കോസ്, നമ്മളൊക്കെ സ്കൂൾ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ ജീവിതവും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമൊക്കെ. പക്ഷേ തമിഴ്നാട്ടിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് സിലബസിൽ ഉൾപ്പെടുത്താം എന്ന് സ്റ്റാലിൻ പറയുകയാണ്, ഉറപ്പ് നൽകുകയാണ്. പക്ഷേ അത് ആരുടെ ആവശ്യപ്രകാരമാണ് എന്നതാണ് പ്രശ്നം. അവിടെ SDPI ആവശ്യപ്പെടുകയാണ് തമിഴ്നാട് സർക്കാരിനോട്. അങ്ങനെ ഒരു സമുദായ സംഘടനയുടെ അല്ലെങ്കിൽ PFI എന്ന് പറയുന്ന കൊടും ഒരു ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. ആ SDPIയുടെ വാക്ക് കേട്ടുകൊണ്ട് അവരുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണോ സ്റ്റാലിൻ സർക്കാർ എന്നുള്ള വിഷയമാണ് ഇവിടെ ഉരുത്തിരിയുന്നത്. താങ്കളുടെ പ്രതികരണം? നീലുമാതിനെ രണ്ടായിട്ട് കാണാം. ഒന്ന്, SDPIയുടെ തമിഴ്നാട് പ്രസിഡന്റ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അത് അതേപടി സ്റ്റാലിൻ അനുസരിച്ചു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് തമിഴ്നാടിന് ഒരു ചരിത്ര പശ്ചാത്തലം, ഒരു കൾച്ചറും ഉണ്ട്. തമിഴ്നാട് എന്ന് പറയുന്നത് ഈ പറയുന്ന ദ്രാവിഡം പിന്നെ ദ്രവീഡിയൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദ അല്ലെങ്കിൽ ഒരു ഭൗതികമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരുപാട് ചരിത്ര പുരുഷന്മാരുണ്ട്. ആ ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വതന്ത്രമായ നിലപാടെടുക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്വന്തം സൈനികരുണ്ട്, നമുക്ക് സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്ന് പറഞ്ഞൊരു 3-4 നാട്ടുരാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഹൈദരാബാദാണ്. ഹൈദരാബാദ് നിസാം 1,00,000 സൈനികർ തങ്ങൾക്കുണ്ട്. തങ്ങൾ അതുകൊണ്ട് ഇന്ത്യ യൂണിയനിൽ ചേരുന്നില്ല, സ്വതന്ത്ര രാജ്യമെന്ന് പറയുമ്പോൾ ആ നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് ദേശീയവാദികളായിട്ടുള്ള മുസ്ലിം സമൂഹം അത് നെഹ്റുവിന് അന്ന് പിന്തുണ കൊടുക്കുകയും പിന്നെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന് പിന്തുണ കൊടുക്കുക. അന്ന് നിങ്ങൾ അറിയിക്കണം, കേന്ദ്രത്തിലൊരു സൈനിക വ്യവസ്ഥാപിതമായ സൈന്യം പോലും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ പിന്നെ പ്രതികരിച്ചുകൊണ്ട് ഈ പിന്നെ ഹൈദരാബാദ് നിസാമിനെ ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേർക്കുന്നതിൽ മുൻകൈ എടുത്തിരിക്കുന്ന പിന്നെ മഹത്തായ വ്യക്തിത്വങ്ങൾ, ഞാൻ അവരുടെ പേര് നിർഭാഗ്യവശം മറന്നു, എൻ്റെ കയ്യിലുണ്ട് ആ പേര്. അങ്ങനെ ഒരു ചേർത്തിട്ടുണ്ട്. തമിഴ്നാട് അങ്ങനെ വിഘടനവാദപരമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളൊന്നും എടുത്തില്ല എങ്കിലും മറ്റു ചില മൂവ്മെന്റുകൾക്ക് മുന്നോട്ട് വന്നപ്പോൾ അവിടെയും ദേശീയതയ്ക്ക് ഒപ്പം നിന്ന, ദേശീയപരമായിട്ടുള്ള വാദങ്ങൾക്ക് ഒപ്പം നിന്ന്, അന്ന് നിങ്ങൾക്കറിയാമല്ലോ 1957 52 53 എൻ്റെ ഓർമ്മ, അന്ന് 3 കക്ഷികൾ തമ്മിലാണ് മത്സരം. അവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഭരിക്കുന്ന കക്ഷികളോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കുന്നത്, ഞങ്ങൾ മറ്റൊരു നേട്ടവും ആഗ്രഹിക്കുന്നില്ല. മറ്റു 2 കക്ഷികളും ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്നെ മോഹങ്ങൾ കൊടുത്തിരുന്നു, അത് ചെയ്യുക അതൊന്നും ആഗ്രഹിക്കാതെ ദേശീയതയോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായ നിലപാടെടുത്തിട്ട ഒരു സമൂഹമാണ് തമിഴ്നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വവും. നിങ്ങളിന്ന് തമിഴ്നാട്ടിലെ എവിടെ പോയാലും തമിഴ്നാട്ടിലെ ചരിത്ര പുരുഷന്മാരോടൊപ്പം ഈ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കാണാം. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഇന്നലകളെ കുറിച്ച് വിശകലനം ചെയ്യാതെ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന നബിയുടെ ജീവചരിത്രമാണ് സിലബസിൽ ഉൾപ്പെടുത്താനായിട്ട് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. പൊടുന്നനെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു SDPIയുടെ പ്രവർത്തനം പറഞ്ഞതിന്റെ പേരിലല്ല. അതിന്റെ ചരിത്രം നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിന്റെ പുറകിലേക്ക് പോകണം. അപ്പൊ നമ്മൾ പെരിഫറലായിട്ട് ആകാശത്തിൽ നിന്ന് ഇങ്ങനൊന്ന് കേട്ട് നമ്മൾ ചർച്ച ചെയ്ത് തമിഴ്നാട്ടിലെ പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ കൾച്ചർ തന്നെ എൻ്റെ ഉണ്ട്. റാവുത്തർ സമൂഹം എന്ന് പറയുന്നതാണ് തമിഴ്നാട്ടിലെ മുസ്ലിം സമൂഹം. അബ്ദുൽ സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരൊക്കെ ഈ പറയുന്ന ദേശീയതയോടൊപ്പം നിൽക്കുകയും ഈ പല രീതിയിലുള്ള പിന്നെ പുരോഗമന ആശയങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? ഇപ്പൊ മതം എന്ന കൺസെപ്റ്റ് മാറ്റിവെച്ച് ലോകത്തിൽ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും പിന്നെ ശ്രീകൃഷ്ണനെ കുറിച്ചും ശ്രീരാമനെ കുറിച്ചും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതുപോലെയുള്ള പിന്നെ എന്താ പറയുക ഈ മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്ര പുരുഷന്മാരെ കുറിച്ചൊക്കെ ലോകത്തിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് 126 വിദേശ സർവകലാശാലയുടെ സിലബസിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നബിയുടെ ജീവചരിത്രത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു തെറ്റ് നമ്മൾ കണ്ടെത്തുന്നതിൽ എന്തിനാണ് അങ്ങനെ ഒരു വർഗീയപരമായ രീതിയിൽ അതിനെ കാണുന്നത്? എനിക്കത് എന്തും മനസ്സിലാകുന്നില്ല. ഇപ്പൊ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ പോക്കറ്റിൽ എടുത്തു വെച്ച് ഓമനിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ശ്രീ റെജി ലൂക്കോസ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. MK സ്റ്റാലിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായപ്പോൾ സ്റ്റാലിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇതിഹാസവും അതുപോലെ അന്ധവിശ്വാസവും ഒന്നും പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല സ്കൂൾ കരിക്കുലം. അതായത് നമുക്ക് ശാസ്ത്രീയമായി ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് ശാസ്ത്രീയത മാത്രം വേണം എന്ന് നിഷ്കർഷിച്ച ആളാണ് MK സ്റ്റാലിൻ. മാത്രവുമല്ല, തമിഴ്നാടിൻ്റെ ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇരവാദം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അവരൊക്കെ നീങ്ങുന്ന ചരിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതായത് തമിഴ് സ്വത്വം സംരക്ഷിക്കാൻ ഹിന്ദിയെ ഞങ്ങൾ വെറുക്കുന്നു, ഹിന്ദിയെ ഞങ്ങൾ
ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തവർ. അപ്പോൾ ഈ തമിഴ് സ്വത്വം അതേപടി സംരക്ഷിക്കാനാണോ നബിയെക്കുറിച്ചുള്ള ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയത് എന്ന് വിമർശകർ ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്താണ് ഇതിനോട് പ്രതികരിക്കുക? വിമർശകരുടെ ചരിത്രബോധമില്ലായ്മയും മണ്ടത്തരമാണെന്ന് മാത്രം ഒറ്റ വാക്കി പറയാനുള്ളൂ. കാരണം തമിഴ്നാട്ടിൽ ഈശ്വരനെ കുറിച്ച് അതെങ്ങനെയാണ് സാർ മണ്ടത്തരമാക്കുക? ഹിന്ദി പഠിപ്പിക്കണം എന്ന് ഇവിടെ കേന്ദ്ര സർക്കാർ പറയുന്നു. അത് ഒരു രാജ്യത്തിന്റെ നയമായി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത് തമിഴ്നാടിന്റെ സ്വത്വം സംരക്ഷിക്കാൻ, തമിഴരുടെ സ്വത്വം സംരക്ഷിക്കാനാണ് ഞങ്ങളുടെ നീക്കം, ഇതിനെ എതിർക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ തമിഴ് സ്വത്വം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണോ മുഹമ്മദ് നബിയെ കൂടി പഠിപ്പിക്കുന്നത്, അതും SDPIയുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് പഠിപ്പിക്കുന്നത് എന്നുള്ള ഇടത്താണ് പ്രശ്നം? ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ SDPI അംഗീകരിക്കുന്നുണ്ടോ? SDPI പറഞ്ഞാൽ ഇവിടെ കേൾക്കേണ്ടതുണ്ടോ? അല്ല, SDPIയുടെ ഞങ്ങളുടെ നിലപാടിനാണ് ഞാനിപ്പോൾ ഒരു 2 വാചകത്തിൽ ആദ്യം തന്നെ പറഞ്ഞില്ല. പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കാനായിട്ട് അനുവദിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്. എനിക്കിവിടെ ജാതി മതമൊന്നും 1% പോലും താല്പര്യമില്ലാത്ത ആളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുഹമ്മദ് നബിയെ നിങ്ങൾ പറഞ്ഞ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ശാസ്ത്രീയ തെളിവില്ലാത്തതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റാലിന്റെ നിലപാടിനെ നിങ്ങളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയില്ല എന്ന് യുക്തിബോധമുള്ള ഏത് മനുഷ്യൻ വിശ്വസിക്കുന്ന പിന്നെ ഈ പറയുന്ന പുരാണ കഥാപാത്രങ്ങൾ, അത് ഏത് മതത്തിലാണെങ്കിലും അതൊന്നും പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അതെല്ലാം പഠിപ്പിക്കാൻ പാടുണ്ടോ? അതൊക്കെ ഈ തമിഴ്നാട്ടിലെ സിലബസിലുണ്ട്. നിങ്ങൾ തമിഴ്നാട്ടിലെ പിന്നെ സ്കൂൾ സിലബസ് നോക്കേ, അവിടെ ശ്രീരാമനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. സെയിം വേ അല്ലേ കേരളത്തിലും? സെയിം വേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നിട്ട് ഇതൊക്കെ ശാസ്ത്രീയമായ അടുത്തറില്ലാതെ പഠിപ്പിക്കരുത് ഒരു തീരുമാനം എടുത്തിരോ? അങ്ങനെ എടുക്കാൻ പറ്റൂ? നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചുമ്മാ ഇങ്ങനെ പെരിഫറലായിട്ട് SDPI പറഞ്ഞു ഉടനെ സ്റ്റാലിനെടുത്തു. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ആ സംസ്കാരത്തിന്റെ കൾച്ചറൽ ആൻഡ് എന്താ പറയുക, അവരുടെ പാരമ്പര്യം, അവരുടെ അതുകൂടെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു എന്താണ് തമിഴ്നാടിന്റെ പാരമ്പര്യം. അവിടെ ദ്രാവിഡ പൊളിറ്റിക്സ് ആണ്. അവിടെ ദ്രാവിഡർക്ക് വേണ്ടിയുള്ള, ദ്രാവിഡ ജനവിഭാഗത്തിന് വേണ്ടിയുള്ള നടപടികളാണ് ഏറ്റവും കൂടുതൽ സ്റ്റാലിൻ കൈക്കൊള്ളുന്നത് എന്ന് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകില്ലേ ശ്രീ റെജി ലൂക്കോസ്? ഏറ്റവും ഒടുവിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലിസ്റ്റിലേക്ക് മുസ്ലിം വിഭാഗത്തെ കൊണ്ടുവരികയും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് അർഹതപ്പെട്ട 3.5% സംവരണം മുസ്ലിം ജനവിഭാഗത്തിന് നീക്കിവെക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും ശ്രീ റെജി ലൂക്കോസ്? അത് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദേശീയ തലത്തിൽ BJPയുടെ നേതൃത്വത്തോട് പറഞ്ഞ് ഈ സംവരണമെല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറയും. അല്ലാണ്ട് ഞാൻ റെജി ലൂക്കോസിനോ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറച്ചുകൂടെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എടുക്കേണ്ട സബ്ജക്ട് ഏതായിരുന്നു? NSSന്റെ നിലപാടല്ലേ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്? ഇന്നലെ വൈകുന്നേരം 12 നടന്ന എന്താ? കേരളം കേട്ട അറയ്ക്കുന്നതിനുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, വർഗീയതയും വിളമ്പാനായിട്ട് അണ്ണാമലയെ പോലുള്ളവരെ 12 കൊണ്ടുവന്ന് അധിക്ഷേപിച്ചില്ലേ? NSSന്റെ അതിനെതിരെ പ്രതികരിച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ദേശീയ മാധ്യമത്തോട്, നാഷണൽ ഡെയിലിയോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ പറഞ്ഞത്? BJPയും കേന്ദ്ര നേതൃത്വം നിശ്ചിതമായിട്ട് കുറിച്ചിരിക്കുന്നു. ഈ NSSന്റെ നിലപാടുകളെ പിന്നാമ്പുറത്തൂടെയാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്തിട്ട് ശേഷം NSS തെരുവിലിറങ്ങിയപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള സുവർണാവസരം തേടി നിങ്ങൾ കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കിയില്ലേ BJP RSS സംഘടനയും? അതേ NSS ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകളോട് യോജിച്ചുകൊണ്ട് അത് ശരിയെന്ന് ബോധ്യപ്പെട്ടുകൊടുത്ത് അവർ ശക്തമായി പിന്നെ പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഘം